നമുക്ക് ആത്മാർത്ഥമായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം ഒരുമിച്ച് അനുഗ്രഹിക്കപരമായി വേഗത്തിൽ ഒരു വേദഭാഗം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന്റെ 9-10 വാക്യങ്ങൾ. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 9-10 വാക്യങ്ങൾ. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ ചെന്നു. വാഗ്ദാനത്തിന് കൂട്ടവാസികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. ഇവിടെ വചനം പറയുന്നു. നോക്കിയാ എന്റെ 32, 33 കൂടെ ഒന്ന് വായിക്കാമോ? ഇനി എന്തു പറയണ്ടു? ഗിദയോൻ, ബാരാക്ക്, ശിംശോൻ, ഇഫ്താഹ്, ദാവീദ് എന്നിവരെയും ശമൂവേൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദാനം പ്രാപിച്ചു, സമൂഹങ്ങളുടെ വായ അടച്ചു, തീയുടെ ബലം മതി. താങ്ക് യു. ദൈവം നാം ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചന ഭാഗമാണ് ഇന്ന് പകലിൽ നാം വായിച്ചത്. അവിടെ വചനം പറയുന്നു, വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായെ അടച്ചു. സ്തോത്രം. ഹല്ലേലൂയ. നോക്കിയേ, വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി. അടുത്ത് പറയുന്നു, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, എന്ത് ചെയ്തു? സിംഹങ്ങളുടെ വായെ അടച്ചു. കണ്ടോ അവിടെ പറയുന്ന പദം നോക്കിയേ. അതിന് 33-ാം വാക്യം, വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ എന്ത് ചെയ്തു? അടക്കി, നീതി നടത്തി, 2 വാഗ്ദത്തം പ്രാപിച്ചു, 3 സിംഹങ്ങളുടെ വായെ അടച്ചു. ഹല്ലേലൂയ. വിശ്വാസത്താൽ ഓടിയ ഭക്തന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമായ എബ്രായലേഖനം 11-ാം അധ്യായം 1 മുതൽ അങ്ങോട്ട് പഠിക്കുമ്പോൾ മൊത്തം വിശ്വാസവീരന്മാരെ കുറിച്ച് വളരെ ആഴമായി പറയുന്ന ഒരു ഭാഗം നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. വിശ്വാസത്താൽ അവർ ചെയ്ത പ്രവൃത്തികൾ നമുക്കറിയാം. അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യൻ താൻ ഇരുന്ന സ്ഥലത്തു നിന്ന് കർത്താവിന്റെ വിളി കേട്ട് വിശ്വാസത്താൽ അബ്രഹാം എന്ത് ചെയ്തു? സ്തോത്രം. ഇറങ്ങി പുറപ്പെട്ടു. വിശ്വാസത്താൽ അബ്രഹാം എന്ത് ചെയ്തു? തന്നെ വിളിച്ചിടത്തുനിന്ന് തന്നെ എന്ത് ചെയ്തു? ഇറങ്ങി പുറപ്പെട്ടു. സ്തോത്രം. നിന്നില്ല, മറിച്ച് യാത്ര തുടർന്നു. വിളിച്ച ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട്, ദൈവം പറയുന്നത് കേട്ടിട്ട് എന്ത് ചെയ്തു? വിശ്വാസത്താൽ ഒരു ചുവട് മുമ്പോട്ട് വെച്ചു. ഇന്ന് പകലിൽ ആത്മനിയോഗത്തോടെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാ. വിശ്വാസത്താൽ ഈ ദിവസങ്ങളിൽ കാലുകൾ മുമ്പോട്ട് വെക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, നിങ്ങൾ റെഡിയാണെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറന്നു തരാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. മറ്റൊന്നും നോക്കി അബ്രഹാം നിന്നില്ല. മറ്റൊരു കാര്യത്തിന് വേണ്ടി അബ്രഹാം സമയാസക്കനിൽ, കർത്താവേ സ്തോത്രം, നീ എന്നെ വിളിച്ചല്ലോ, ഇതിന്റെ നടുവിൽ നിന്ന് നീ എന്നെ പുറത്തു കൊണ്ടുവന്നല്ലോ എന്ന് പറഞ്ഞു. എന്ന് സ്തോത്രം, അയ്യോ കർത്താവേ എനിക്കിപ്പോൾ സമയമില്ല, വരാനുള്ള ടൈം ഇല്ല എന്ന് പറഞ്ഞ് മാറി നിന്നില്ല, മറിച്ച് വിളി കേട്ട ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെട്ടു. വിളി കേട്ട ദൈവത്തിന്റെ പുറകിൽ യാത്ര തുടർന്നു. ഹല്ലേലൂയ. എങ്ങനെയാ യാത്ര തുടർന്നത്? സ്തോത്രം. താൻ ഇറങ്ങി പുറപ്പെട്ടത് സ്തോത്രം ഉള്ള നന്മയൊക്കെ ആയിട്ടൊന്നുമല്ല വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. സ്തോത്രം. നോക്കേ, താൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വിശ്വാസത്താൽ ഒരു ചുവട് വെക്കാൻ തുടങ്ങുന്നത്. യാത്ര പുറപ്പെടുന്ന വിശ്വാസത്താലാ. ഹല്ലേലൂയ. അതുകൊണ്ട് അവിടെ പറയുന്നത് വിശ്വാസത്താൽ. അങ്ങനെ പറഞ്ഞു. സ്തോത്രം. നോക്കേ, വചനം ഇങ്ങനെ പറഞ്ഞു. സ്തോത്രം. നോക്കിയേ, വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്നു. വാഗ്ദത്തത്തിനും കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ മാറി മാറി പാർത്തു പോന്നു. സ്തോത്രം. തന്നെ വിളിച്ചത് കഥാ പറഞ്ഞിങ്ങനെ, സ്തോത്രം, നീ എന്ത് ചെയ്യാ? കൂടാരം വിട്ട് നീ പുറത്തു പോകാൻ, എനിക്ക് ഒരു നിത്യമായ ഒരു സ്ഥലത്ത് നിന്നെ എത്തിക്കേണ്ടത് എൻ്റെ ഒരു പ്ലാൻ, എൻ്റെ ഒരു പർപ്പസ്, നിന്നെ ഒരിടത്ത് സുരക്ഷിതമായി ഒരിടത്ത് എത്തിക്കുക എന്നുള്ളത് എൻ്റെ കാര്യം. അതുകൊണ്ട് അബ്രഹാമേ, എനിക്ക് നിന്നെ ആവശ്യമാണ്. അബ്രഹാമേ, എനിക്ക് നിന്നെ വേണം. അബ്രഹാമെ, നീ ഇങ്ങനെ എന്നും എന്ത് ചെയ്യല? കൂടാരത്തിനകത്തിരിക്കാനല്ല അബ്രഹാമെ നിന്നെ വിളിച്ചത്. വിശ്വാസത്താൽ ദൈവത്തിന്റെ വാക്ക് കേട്ട് ആ വാഗ്ദത്തം കേട്ട് ഇറങ്ങി പുറപ്പെട്ടതിന്റെ പിന്നാലെ കുറെ പേരും അബ്രഹാമിനോട് ഒരുമിച്ച് വന്നു. സ്തോത്രം. നോക്കിയേ, വചനം പഠിക്കുമ്പോൾ വളരെ വ്യക്തമായി കാണുവാൻ കഴിയുന്ന അബ്രഹാം പോകുന്നിടത്തെല്ലാം
അല്ലെങ്കിൽ വിശ്വാസത്താൽ പോകുന്നിടത്തെല്ലാം കൂടാരം അടിക്കാറുണ്ട്. പക്ഷേ പോകുന്നിടത്തെല്ലാം കൂടാരം അടിക്കുമ്പോഴെല്ലാം സ്വർഗം പറയുന്ന ഒരു പദം ഇതാ, ചില ദിവസങ്ങൾ കഴിയും, അബ്രഹാമേ ഇതല്ല നിന്റെ കൂടാരം, ഇവിടെ അല്ല ഞാൻ നിന്നെ കൊണ്ടെത്തിക്കാമെന്ന് പറഞ്ഞത്, ഇവിടെയെല്ലാം നിനക്ക് നിത്യമായ ഒരു ഭവനം ഞാൻ ഒരുക്കാമെന്ന് പറഞ്ഞത്. അബ്രഹാമേ ഇവിടെ നിന്നും ഈ യാത്ര പുറപ്പെടണം. വീണ്ടും യാത്ര എന്ത് ചെയ്യുക? വീണ്ടും സ്തോത്രം, മേഘം പൊങ്ങുമ്പോൾ വീണ്ടും ആ കൂടാരമെല്ലാം പൊളിച്ച് റെഡിയാക്കി വീണ്ടും അബ്രഹാം യാത്ര തുടരുകയാണ്. അബ്രഹാം അടുത്ത ലെവലിലേക്ക് വീണ്ടും യാത്ര തുടർന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, യാത്ര മുഴുവനും വിശ്വാസത്താൽ അബ്രഹാമിനോട് കർത്താവ് പറഞ്ഞു, അബ്രഹാമേ സ്തോത്രം, നിനക്ക് പ്രായമൊക്കെ ഒത്തിരിയായി, ഞാനൊരു കാര്യം അങ്ങോട്ട് പറയാൻ, വിശ്വസിക്കാൻ നിനക്ക് പറ്റുമെങ്കിൽ അബ്രഹാമേ നിനക്ക് വിശ്വസിക്കാം. ഹല്ലേലൂയ. എന്താ ദൂതന്മാർ വന്നിട്ട് പറഞ്ഞ പദം ഇതാ, നിനക്കൊരു തലമുറ ഞാൻ തരാൻ പോകുക. ഇതൊക്കെ വാർദ്ധക്യമായി, പ്രായമായി, സ്തോത്രം, ഹല്ലേലൂയ. വചനം പറയുന്നു സ്തോത്രം, അതിനുള്ള എന്തില്ല പ്രാപ്തി ആർക്കില്ല, സ്തോത്രം, സറക്കില്ല. നോക്കിയേ, അതിൻ്റെ ഇടയിൽ അബ്രഹാമിനോട് പറയുമ്പോൾ അബ്രഹാം വളരെ താല്പര്യത്തോടെ ആഗ്രഹത്തോടെ അതിനെ വിശ്വസിച്ചു. പക്ഷേ ഹല്ലേലൂയ, തന്റെ ഭാര്യയായവൾ എന്ത് അകത്തിരുന്ന് പയ്യെ ചിരിക്കാൻ തുടങ്ങിയാണ്. ഈ വാർദ്ധക്യത്തിലും ഈ പ്രായത്തിലും എനിക്കൊരു തലമുറ ഉണ്ടാകുക എന്ന് പറയുന്നത് അത് അസാധ്യമായ ഒരു കാര്യം, അത് നടക്കത്തില്ല, ഒരിക്കലും സംഭവിക്കത്തില്ല എന്ന് വിചാരിക്കുമ്പോൾ സ്തോത്രം, അബ്രഹാമിനോട് അടുത്ത ചോദ്യം, എന്തിനാ നിന്റെ ഭാര്യ ചിരിക്കുന്നത്, എന്തിനാ ഹല്ലേലൂയ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയാൻ അകത്ത് ഞാൻ ചിരിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴും അബ്രഹാമിന്റെ അകത്തൊരു വിശ്വാസമുണ്ട്. എന്താണെന്നറിയാമോ? എന്റെ കൂടാരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് ആരാ? എൻ്റെ ഈ ദൈവമാ. അങ്ങനെയെങ്കിൽ എനിക്കൊരു തലമുറയെ തരാൻ എന്നോട് പറഞ്ഞത് ഇങ്ങനെ, ഹല്ലേലൂയ, കൂടാരത്തിന് പുറത്തു കൊണ്ടുവന്നിട്ട് കർത്താവിനോട് പറഞ്ഞിങ്ങനെ, ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കിക്കേ അബ്രഹാമേ. അബ്രഹാം ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കി, അതിനെ നിനക്ക് എണ്ണാൻ പറ്റുമെങ്കിൽ എണ്ണിക്കൂ. ഇല്ല കർത്താവ്, എണ്ണാൻ പറ്റത്തില്ല, അത്രയും അധികം നിനക്ക് തലമുറകൾ ഉണ്ടാകുമെന്ന്. അടുത്ത സെക്കൻഡിൽ മണൽത്തരികളെ കാണിച്ചിട്ട് ചോദിച്ചു, ഇത് നിനക്ക് എണ്ണാൻ പറ്റുമോ? പറ്റില്ല കർത്താവേ. ഹല്ലേലൂയ. എങ്കിൽ അതുപോലെ നിന്റെ സന്തതികൾ എന്ത് ചെയ്യും? വർദ്ധിച്ചു വരും. എന്താ? ഹല്ലേലൂയ. അന്നേരം അബ്രഹാമിന്റെ അകത്ത് വലിയ വിശ്വാസമാ. ഹല്ലേലൂയ. അതൊക്കെ യാത്രകൾ പുറപ്പെടാൻ തുടങ്ങി. യാത്രകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അബ്രഹാമിന്റെ അകത്ത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാ, ഹല്ലേലൂയ, എടാ അബ്രഹാമേ, നിന്നെ പുറത്തു കൊണ്ടുവന്നപ്പോൾ കർത്താവ് ഒരു കാര്യം പറഞ്ഞില്ലേ അബ്രഹാമേ, നിനക്കൊരു തലമുറ ഉണ്ടാകുമെന്ന്? ഇത്രയും വരെയൊക്കെ എത്തിയില്ലേ? നീണ്ട സ്തോത്രം 10-25 വർഷത്തോളം ആകാറായില്ലേ? എന്നിട്ടും എന്തേ നിനക്കൊരു തലമുറ കിട്ടാത്തത്? എന്നിട്ടും എന്തേ നിന്റെ വാഗ്ദത്തം നിറവേറാത്തത്? എന്നിട്ടും എന്തേ നിന്റെ ജീവിതത്തിൽ ഒരു നന്മ വരാത്തത്? ഹല്ലേലൂയ ചോദിക്കുമ്പോഴും അബ്രഹാം പറയും, ഹല്ലേലൂയ, വിളിച്ച ദൈവം വിശ്വസ്തനാ. വാക്ക് പറഞ്ഞാൽ മാറുന്ന ദൈവത്തിന്റെ അടുക്കലല്ല ഞാൻ വന്ന് നിൽക്കുന്നത്, എന്നെ വിളിച്ചവൻ വിശ്വസ്തനായ ദൈവം എനിക്ക് വേണ്ടി തക്ക സമയത്ത് വാതിൽ തുറന്നു തരും. തക്ക സമയത്ത് അവൻ എനിക്കൊരു തലമുറയെ തരും. തക്ക സമയത്ത് അവൻ എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. തക്ക സമയത്ത് ഹല്ലേലൂയ ദൈവം എന്റെ ഇല്ലായ്മകളെ മാറ്റും. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഞാൻ പറയുന്നു, നീ വിശ്വാസത്തോടൊരു ചുവട് മുമ്പോട്ട് വെച്ചാൽ, വിശ്വാസത്തോടൊരു കാലെടുത്ത് മുമ്പിൽ വെച്ചാൽ സ്വർഗം പറയുക, ഹല്ലേലൂയ, ഈ മലയോട് ചാടി കടലിൽ പോക എന്ന് പറഞ്ഞാൽ അത് സംഭവിച്ചിരിക്കും. അങ്ങനെങ്കിൽ ഇന്ന് പകല് വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളില്ലേ, ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളില്ലേ, ഇന്ന് പകൽ ആത്മനിയോഗത്തോടെ ഞാൻ പറയുന്നു, ഹല്ലേലൂയ, വിശ്വാസത്തോടുള്ള പ്രാർത്ഥന ദീനക്കാരനെ സൗഖ്യമാക്കുന്നതാ. വിശ്വാസത്തോടുള്ള പ്രാർത്ഥന, സഭയുടെ പ്രാർത്ഥന, അത് വലിയ അനുഗ്രഹമാ. വിശ്വാസത്തോടെ മുഴങ്കാൽ മടക്കുന്ന ഒരു ഭക്തന്റെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ഇന്ന് പകലിൽ ഞാൻ പറയുന്നു, ഹല്ലേലൂയ, നീ പറയാറുണ്ട് കേട്ടോ, ഇതിനകത്തൊരു നന്മയും എനിക്ക് പ്രാപിപ്പാൻ കഴിയുന്നില്ല, ഇതിനകത്തൊരു ശ്രേഷ്ഠതയും പ്രാപിപ്പാൻ കഴിയുന്നില്ല, ഇതിനകത്ത് ഉയരുവാൻ കഴിയുന്നില്ല എന്ന് നീ വ്യാകുലപ്പെട്ടാണ് ഇന്ന് പകലിലും ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇന്ന് പകൽ അതിന്റെ വ്യാകുലത്തിനകത്താണ് ഇതിനകത്തിരിക്കുന്നത്. എന്നാൽ ഇന്ന് പകലിൽ സ്വർഗം പറയുക, ഹല്ലേലൂയ, വിശ്വാസത്താൽ നീ ചുവട് വെക്കാൻ തയ്യാറായാൽ, വിശ്വാസത്താൽ മുമ്പോട്ട് ഓടാൻ തയ്യാറായാൽ, വിശ്വാസത്താൽ ഹല്ലേലൂയ മുഴങ്കാൽ മടക്കാൻ നീ റെഡിയാണെങ്കിൽ ഇന്ന് പകൽ ആത്മനിയോഗത്തോടെ ഞാൻ പറയുന്നു, ഹല്ലേലൂയ,
വിശ്വാസത്തോടെ ഹല്ലേലൂയ ഇന്ന് പകലിൽ ആത്മനിയോഗത്തോടെ നീ ഒരിടത്ത് മുഴങ്കാൽ മടക്കിക്കോ. ഹല്ലേലൂയ. സ്വർഗം ഇന്ന് പകലിൽ നിനക്ക് വേണ്ടി ചില വഴികളെ ഹല്ലേലൂയ ഇന്ന് പകൽ ദൈവം തുറക്കാൻ പോകുക. ഹല്ലേലൂയ. ആരെയൊക്കെ നോക്കി ആത്മനിയോഗത്തോടെ ഞാൻ പറയുന്നു, ഒരു അബ്രഹാം ഹല്ലേലൂയ തലമുറയില്ലാഞ്ഞിട്ടും അവൻ വിശ്വസിച്ചു. ഇന്ന് പോലെ എനിക്കറിയില്ല ഈ വാക്കെന്താ കയറി വരുന്നത്. ഇന്ന് പോലെ ഞാൻ പറയുന്നു, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം നിന്റെ കൂടാരത്തിന്റെ അകത്ത് വെളിപ്പെട്ട് വരും. ഹല്ലേലൂയ. മാർത്തേ, നീ വിശ്വസിക്കാൻ തയ്യാറായാൽ ഇന്ന് പകലിൽ ചില മാർത്തമാർ ഉൾത്തടത്തിനകത്ത് ചിലത് പൊട്ടി പുറത്തു വരുമെന്ന്. ഹല്ലേലൂയ. ചിലത് മുളച്ചു വരുമെന്ന്. ഇന്ന് പകലിൽ ചില മാർത്തമാരുടെ ജീവിതത്തിനകത്ത് ചില വ്യത്യാസങ്ങൾ വരാൻ പോകുക, ചില വ്യതിയാനങ്ങൾ വരാൻ പോകുക. നിങ്ങൾ കരഞ്ഞതിനുള്ള മറുപടി നിങ്ങളുടെ ജീവിതത്തിനകത്ത് ലഭിക്കാൻ പോകുക. ആത്മാവിൽ നിങ്ങൾ ഇന്ന് പകലിൽ പ്രാർത്ഥിച്ചോ. ഏതൊക്കെ മേഖലയ്ക്കകത്ത് ഒരു വലിയൊരു വിടുതലിന്റെ പകലായി മാറുക. ഓ ശിഖ ദുരമന ഹതുരിക റാംതന റഗക്ഷസ്യ റഗൽഖനക ദുരമന ഹതുരിക. ഓ വിശ്വാസം എന്നതോ അതിന്റെ സ്തുതിക്ക് നമുക്കറിയാം. എബ്രായലേഖനം 11-1 വാക്യം, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാ. ഹല്ലേലൂയ. കാണുന്ന ഒന്നല്ല വിശ്വാസം. കാണുന്നത് നമ്മൾ കാണുന്നതാ, അതിനെ വിശ്വസിച്ചിട്ട് കാര്യമില്ല. അതെന്തേ നമ്മൾ കണ്ടതാ. പക്ഷെ കാണാത്ത ഒന്നുണ്ട്, അതാ വിശ്വാസം. എന്താ നമ്മൾ വിശ്വസിക്കുന്നത്? ഹല്ലേലൂയ. നമ്മൾ വിശ്വസിക്കുന്ന കാണാത്ത ഒന്ന് എനിക്കത് ലഭിക്കുമെന്നതാണ് ഒരു വിശ്വാസം. അതെന്റെ പക്കൽ വരുമെന്നുള്ളത് അവിശ്വാസം. അതെന്റെ ലൈഫിനെ മാറ്റുമെന്നുള്ളത് അവിശ്വാസം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പോലും ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഇന്ന് പോലും ഇവിടെ ഇരിക്കാൻ കാരണം എന്റെ തമ്പുരാൻ അനുഗ്രഹിക്കും അല്ലെ മാനിക്കും എന്നൊരു ഉറപ്പുള്ളത് കൊണ്ടല്ലേ ഇന്ന് പകലിൽ നമ്മൾ ഈ കൂടാരത്തിനകത്ത്, ഈ കൂട്ടായ്മയ്ക്കകത്ത് ഇന്ന് പോലെ കൂടിയത്. ഹല്ലേലൂയ. ചുമ്മാതല്ല. അങ്ങനെയെങ്കിൽ നീ വിശ്വസിച്ചു, ആത്മാർത്ഥമായി വിശ്വസിച്ചോ. സ്വർഗം ചിലതിന്റെ ഉദരങ്ങളിൽ അല്ലെങ്കിൽ ഹല്ലേലൂയ ഇന്ന് പോലെ ഞാൻ പറയുന്നു, ചിലതിന്റെ അകത്തളങ്ങളിൽ ചിലതിനെ ദൈവം ഹല്ലേലൂയ ചില പ്രവർത്തികൾ ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുക. ഇന്ന് പോലെ വിശ്വാസത്തോടെ ഹന്ന പോയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. വിശ്വാസത്തോടെ ഹന്ന ഇരുന്ന് നിലവിളിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഹന്നയുടെ നിലവിളി ഇത്രയേ ഉള്ളൂ, കർത്താവേ എനിക്കൊരു നന്മ വേണം. എന്താ? പലരുടെയും നിന്ന ഞാൻ കേട്ടതാ, പലരുടെ അപമാനം ഞാൻ കേട്ടതാ, പലരും എന്നെ കുത്തുവാക്ക് പറഞ്ഞതാ. ഹല്ലേലൂയ. മക്കളില്ല എന്നൊരു കുത്തുവാക്ക് ഞാൻ കേട്ടതാ, എനിക്കൊരു തലമുറ ഇല്ല എന്നൊരു കുത്തുവാക്ക് ഞാൻ കേട്ടതാ. എനിക്കത് പറ്റില്ല കർത്താവ്, ഇനി എന്നെ കൊണ്ട് സാധിക്കത്തില്ല കർത്താവ് എന്ന് പറഞ്ഞ് ആലയത്തിനകത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ഒരു ഹന്നെ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ഹന്ന വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി, വിശ്വാസത്തോടെ നിലവിളിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ആത്മനിയോഗത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ തന്റെ വിശ്വാസത്തിന്റെ പുറത്ത് എന്ത് ചെയ്തു? ഹല്ലേലൂയ. സ്വർഗ്ഗം അത്ഭുതം ചെയ്തു. വന്നപ്പോൾ വേദനയോടെ വന്നേ. ദൈവത്തിന്റെ അടുക്കൽ വന്നപ്പോൾ വേദനയോടെ വന്നേ. ദൈവത്തിന്റെ അടുക്കൽ വന്നപ്പോൾ കരഞ്ഞോണ്ട വന്ന്. പക്ഷേ മടങ്ങിപ്പോയപ്പോൾ സന്തോഷത്തോടെ പോന്നെ. ഇന്ന് പോലെ എനിക്കറിയില്ല ഇതിനകത്ത് എന്തൊക്കെ വലിയ സന്തോഷങ്ങൾ ദിവസം സംഭവിക്കാൻ പോവാ. അഭിഷേകത്തിന് ഇതിനകത്ത് എന്തോ വലിയൊരു പ്രവൃത്തി ഈ ദിവസങ്ങളിൽ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ആശീർവാദം പറയുന്നതിന് കർത്താവ് അങ്ങനെ തന്നെ പറയുന്നത്. ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ആശീർവാദം പറയുന്നതിന് മുമ്പ് ചില മിറക്കിൾ നടക്കാൻ പോവുക, അസാധാരണ ചില പ്രവൃത്തികൾ ഇതിനകത്ത് നടക്കാൻ പോവുക. ദൈവത്തിന്റെ കരം ചിലരുടെ മേൽ ഇന്ന് പകലിൽ ഇറങ്ങുന്ന ഒരു പകലാണ്. യെസ്, ഈ പകലിൽ എന്തൊക്കെ മിറക്കിൾ ഈ ദിവസങ്ങളിൽ സംഭവിക്കുക. എനിക്കറിയില്ല, ഈ ദിവസം ചില അസാധാരണ പ്രവൃത്തി ഇതിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുക. എനിക്കറിയില്ല, ഈ ഒരു നമ്മുടെ ഈ കൂട്ടായ്മയ്ക്കകത്ത് കയറുമ്പോഴത്തേന് ഇത് തുടങ്ങുമ്പോൾ മുതൽ ഹല്ലേലൂയ ഇതിനകത്ത് ദൂതന്മാരുടെ വലിയൊരു ഇടപെടൽ ഇതിനകത്ത് കാണുവാൻ കഴിയും. ഈ മീറ്റിങ്ങിനകത്ത് ഒരു പ്രത്യേകതയാണ്, ഒരു അസാധാരണ ദൂതന്മാരുടെ വലിയൊരു കൂട്ടം നിങ്ങൾക്ക് വേണ്ടി, ദൂതന്മാരുടെ വലിയൊരു പ്രവൃത്തി കൂട്ടം നിങ്ങൾക്ക് വേണ്ടി ചലിക്കുന്നത്. വിശ്വാസത്താൽ നിൽക്കുന്ന ചിലർക്ക് വേണ്ടി, നീതിയോടെ നിൽക്കുന്ന ചിലർക്ക് വേണ്ടി ദൂതന്മാർ ഇറങ്ങുക. യെസ്,
നിങ്ങളുടെ വിഷയത്തിന് പരിഹാരമായി. നോക്കേ, സഖരിയാവിനോട് ദൂതൻ വന്നിട്ട് പറഞ്ഞു, സഖരിയാവിനും ഇതേ ഇത് തന്നെ എന്നാ തലമുറയില്ലാതെ ഇരുന്ന്. പക്ഷെ സഖരിയാവിന്റെ അടുക്കൽ ദൂതൻ പറഞ്ഞു, സഖരിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നീ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയില്ലേ, നീ വിശ്വാസത്തോടെ എൻ്റെ അടുക്കൽ വന്ന് നിലവിളിച്ചൊരു നിലവിളിയില്ലേ. ഹല്ലേലൂയ. കർത്താവ്, ഇത് എങ്ങനെ സംഭവിക്കും? ഞാൻ ഇത്രയും വയസ്സൊക്കെ ആയില്ലേ കർത്താവേ. ഇതിന് കർത്താവ് പറഞ്ഞ ദൂതൻ പറയുക, അത് സംഭവിക്കുന്നവരെ നീ മിണ്ടത്തില്ല, നീ ഒന്നും പറയത്തില്ല, അത് നിന്റെ ജീവിതത്തിൽ നടക്കുന്നത് വരെയും. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ വാർദ്ധക്യത്തിലും തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി സ്വർഗം ഒരത്ഭുതം ചെയ്തെങ്കിൽ, ഈ ഉപവാസ പ്രാർത്ഥനയുടെ 3-ാമത്തെ പകലിൽ ആത്മനിയോഗത്തോടെ ഞാനൊരു ദൂത് കൈമാറുക. നിങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ദൈവത്തിന്റെ കരം ചലിക്കാൻ പോവാ. ദൈവത്തിന്റെ കരം ചലിക്കാൻ പോവാ. അബ്രഹാമെ, നിനക്ക് വേണ്ടി ദൈവത്തിന്റെ കരം ചലിക്കുക. ഭക്തന്മാർക്ക് വേണ്ടി ചലിച്ച കരം. എനിക്കറിയില്ല, ദൈവത്തിന് അസാധാരണമായ സാന്നിധ്യമായി ഇതിനകത്ത് ചലിക്കുന്നത്. അത് ഇന്ന് പോലെ ആരൊക്കെ തിരിച്ചറിയുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ ഇരിക്കുന്ന ഈ മുറിക്കകത്ത്, ഈ റൂമിനകത്ത് ദൈവത്തിന്റെ വലിയ പ്രത്യേകമായ ഒരു സാന്നിധ്യം. പ്രഭാതം മുതൽ, ഹല്ലേലൂയ, പ്രഭാതത്തിൽ പ്രാർത്ഥനയ്ക്ക് കയറിയ സെക്കൻഡ് മുതൽ, ഹല്ലേലൂയ, ഇപ്പോഴും ഞാൻ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇതിനകത്ത് നടന്നത്. ഹല്ലേലൂയ. അന്നു മുതൽ ഈ സെക്കൻഡ് വരെയും ദൈവത്തിന്റെ സാന്നിധ്യം ഇങ്ങനെ ചലിച്ചു നിൽക്കുക. ദൈവത്തിന് ഇന്ന് പകൽ അതേ ദൈവ സാന്നിധ്യം ചില കൂടാരങ്ങളുടെ അകത്ത് ഈ സെക്കൻഡിൽ ദൈവത്തിന്റെ വലിയൊരു കൃപ ചലിക്കുന്നു. ചിലരുടെ മേൽ അത്യന്തമായൊരു ദൈവകൃപ. ഇന്ന് പോലെ ചിലരുടെ മേലൊരു അത്യന്തമായ ദൈവകൃപ ചലിക്കുക ഈ പകലിൽ. ഹല്ലേലൂയ. ഒരൊറ്റ വേദഭാഗം ഞാൻ വേഗത്തിൽ വായിക്കാം. എഫീസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം, വേഗത്തിൽ എൻ്റെ ഉള്ളിൽ വന്നൊരു ഭാഗം, അതിന്റെ 10-ാം വാക്യം. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. അവിടെ പറയുന്നു, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. വിശ്വാസത്തോടെ നിൽക്കുന്നവന്റെ അകത്ത് ശക്തി ഉണ്ടായിരിക്കണം. വിശ്വാസത്തോടെ ഓടുന്ന മനുഷ്യൻ അകത്തളം കത്തിക്കൊണ്ടിരിക്കണം. അവന്റെ ഉൾമനസ് കത്തിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. അവന്റെ അകത്ത് തീ കത്താൻ തുടങ്ങിയാൽ അവൻ വിശ്വാസത്തോടെ ഓരോ സ്റ്റെപ്പ് വെച്ച് തുടങ്ങും. വിശ്വാസത്തോടെ അവൻ മുമ്പോട്ടോടിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. മുമ്പോട്ടോടാൻ തുടങ്ങുമ്പോൾ വിശ്വാസത്തോടെ വെക്കുന്ന ചുവടിനകത്ത് ഒരിക്കലും അവൻ തിരിഞ്ഞു നോക്കത്തില്ല. അവൻ പറയും, ഹല്ലേലൂയ, ഞാൻ നിൽക്കുന്നത് വിശ്വസ്തയോടെ, ഞാൻ മുമ്പോട്ടോടുവാൻ പോകുക. അതാണ് ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞൊരു പദം, ഹല്ലേലൂയ, പൗലോസ് പറഞ്ഞൊരു പദം ഇതാ: ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും കൊണ്ട്, മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിന്റെ പരമവിളിയുടെ ലാക്ക് നോക്കിയാ ഓടുന്നത്. ക്രിസ്തു യേശുവിന്റെ പരമവിളിയുടെ ലാക്ക് നോക്കിയാ ഓടുന്നത്. ഇന്ന് പകലിൽ കർത്താവ് പറയുക, ആ ലാക്ക് നോക്കി ഓടാൻ തയ്യാറായാൽ ഈ ദിവസങ്ങളിൽ അസാധാരണ ചില വഴികള്, സ്വർഗം നിങ്ങളെ നനയ്ക്കാത്ത ചില വഴികള് ദൈവ ദിവസങ്ങൾ തുറക്കാൻ പോകുക. എന്നോട് പരിശുദ്ധാത്മ പറയുന്നു, പ്രാർത്ഥിക്കുന്ന ചില വിഷയം, ആരും അറിയാതെ പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിനകത്ത് ഈ ദിവസങ്ങളിൽ ചില മറുപടികൾ നിങ്ങളുടെ കൂടാരത്തിനകത്ത് വെളിപ്പെട്ടു വരാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവിൽ ഈ പ്രാരംഭ സെക്ഷനിൽ ഞാൻ ഒരു ദൂത് കൈമാറാം. വിശ്വാസത്താൽ അബ്രഹാം ചുവട് വെച്ചതുപോലെ വിശ്വാസത്താൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, വിശ്വാസത്താൽ വിശ്വാസത്താൽ അവർ തീയുടെ ബലത്തേക്കെടുത്തി. വിശ്വാസത്താൽ സിംഹങ്ങളുടെ വായടച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് പോലെ ഞാൻ പറയുന്നു, വിശ്വാസത്താൽ ചില സിംഹങ്ങളുടെ വായടയ്ക്കേണ്ടതിന് ആത്മാവിന്റെ ഒരു അഭിഷേകത്തോടെ, വിശ്വാസത്താൽ ചിലതിനെ പിടിച്ചു കെട്ടേണ്ടതിന്, വിശ്വാസത്താൽ ചിലതിനെ ഒതുക്കേണ്ടതിന് ആത്മനിയോഗത്തോടെ ഇറങ്ങി പുറപ്പെട്ടോളാൻ പരിശുദ്ധാത്മാവിൽ ആത്മനിയോഗത്തോടെ ദൂത് കൈമാറുകയാണ്. ഓ ശഖദാരമന ഹദുരിക റാംദന റാംതേ ഖേമന. ഓ ജീസസ്.
പ്രാർത്ഥിച്ചോ. ഈ ദിവസം എന്തൊക്കെയോ വലിയ പ്രവൃത്തിയെ ഹല്ലേലൂയ ദൈവത്തിന് ചെയ്യാനുണ്ട്. ഒത്തിരി ദൈവം ഒത്തിരി സ്നേഹിക്കുന്നു. എന്തൊക്കെ ചെയ്യാനുണ്ട്. ആത്മാവിന്റെ വലിയൊരു നദി ഒഴുകുക, ആത്മാവിന്റെ വലിയൊരു പ്രഭാത ദിവസം ഒഴുകുക, ദൈവിക തേജസ് ഒഴുകുക. ഓ താങ്ക് യു ഫാദർ. ഹല്ലേലൂയ. എന്നോട് കർത്താവ് പറയുന്നു സ്തോത്രം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ വലിയൊരു അത്ഭുതത്തിന്റെ കലവറകൾ തന്നെ ദൈവം തുറക്കും. ശുശ്രൂഷയ്ക്കകത്ത് വലിയൊരു മാറ്റം സംഭവിക്കും. ശുശ്രൂഷയ്ക്കകത്ത് വലിയൊരു വ്യത്യാസം വരും. ഹല്ലേലൂയ. വലിയൊരു ചേഞ്ചിങ് വരും, വലിയ മാറ്റങ്ങൾ സംഭവിക്കും. ഈ കാലഘട്ടത്തിൽ നിൽക്കുന്ന പോലല്ല. എന്നോട് കർത്താവ് ഇങ്ങനെ പറയുന്നു, അടുത്ത സെക്കൻഡിൽ, അടുത്ത നിമിഷത്തിൽ ഹല്ലേലൂയ സംഭവിപ്പാനുള്ള ചിലതിനെ സ്വർഗം വെളിപ്പെടുത്തും. സ്വർഗം വെളിപ്പെടുത്തും. ആ ഒരു വെളിപ്പാടിന്റെ തലത്തിലേക്ക് ഹല്ലേലൂയ ഇത് എത്ര പേർക്ക് പിടിക്കാൻ പറ്റുമോ നിങ്ങൾ പിടിച്ചോണം. ഇത് ഒരാൾക്ക് മാത്രമുള്ളതല്ല, ഇതിനകത്തിരിക്കുന്ന സകലർക്കും വേണ്ടിയുള്ളതാ. അടുത്ത നിലവാരത്തിൽ, അടുത്ത സെക്കൻഡിൽ എന്ത് സംഭവിക്കുന്നോ ആ ഒരു നിലവാരത്തിലേക്ക് കയറ്റിവിടുന്ന ഒരു അഭിഷേകത്തെ ഇന്ന് പകലിൽ ദൈവം ചിലരുടെ മേൽ പകരുകയാ. ഹല്ലേലൂയ. ഈ പകലിൽ ആ നിയോഗത്തിനകത്തേക്ക് വിശ്വാസത്തോടെ ചൂടുവെച്ച് തുടങ്ങിക്കോളാൻ, വിശ്വാസത്തോടെ ആ പദത്തിലേക്ക് ചൂടുവെച്ച് തുടങ്ങിക്കോളാൻ പരിശുദ്ധാത്മാവ് പറയുക. ഹല്ലേലൂയ. ഇന്ന് പോലെ ആത്മനിയോഗത്തോടെ ചിലതിൻ്റെ അകത്തേക്ക് കയറി നിന്നോളെ. ഓ ഹല്ലേലൂയ. ഇന്ന് പോലെ അഭിഷിക്തന്മാരുടെ കൂട്ടത്തെ നോക്കി ഞാൻ ആത്മാവിലൊരു ദൂത് ഞാൻ പറയുക. ഈ ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ എല്ലാ രാജ്യത്തിനകത്തേക്ക് നമുക്ക് കയറി ചെല്ലാൻ പറ്റത്തില്ല. പക്ഷേ കർത്താവിനോട് ഇങ്ങനെ പറയുന്നു, ഈ രാജ്യത്തിന്റെ വലിയൊരു ഷീറ്റ് പേപ്പർ എടുത്ത് ഈ രാജ്യത്തിന്റെ എല്ലാം പേരെഴുതി വെച്ചിട്ട്, ഈ രാജ്യത്തിന്റെ എല്ലാം മുകളിലേക്ക് കൈവച്ചിട്ട് നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, ആത്മാവിൽ നിങ്ങൾ വിശ്വാസത്താൽ പ്രഖ്യാപിക്കാൻ തുടങ്ങുമ്പോൾ, വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞു തുടങ്ങുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കകത്ത് എന്ത് അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങുക. വലിയൊരു വിടുതൽ സംഭവിക്കാൻ തുടങ്ങാൻ പോകുക. വലിയ സൗഖ്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങാൻ പോകുക. പ്രാർത്ഥിച്ചോ ഈ ദിവസങ്ങൾ പ്രാർത്ഥിച്ചോ. വലിയൊരു പ്രവൃത്തി ദിവസങ്ങൾ സംഭവിക്കാൻ ചില പട്ടണത്തിനകത്തേക്ക് ഹല്ലേലൂയ ദിവസങ്ങൾ ചിലതിനെ ദൈവം അയക്കാൻ പോവുക. ഹല്ലേലൂയ. കർത്താവ് ഇങ്ങനെ പറയുന്നു സ്തോത്രം. ഹല്ലേലൂയ. അഭിഷിക്തനെ ഹല്ലേലൂയ. യോസേഫ് കർത്താവ് എന്നോട് ഇങ്ങനെ പറയുന്നു, പൗലോസും പട്ടണത്തിനകത്ത് ചെന്നപ്പോൾ അവിടെ ഒരു സ്ത്രീ എന്ത് ചെയ്തു? ആ സെക്കൻഡിൽ പറഞ്ഞൊരു പദം ഇതാ, രക്ഷാമാർഗം വിളിച്ചു പറയുന്നവരെ ഇവര് ഹല്ലേലൂയ എന്ന് പറഞ്ഞതുപോലെ ചില പട്ടണത്തിനകത്ത് കാലുവെക്കുമ്പോൾ ആ പട്ടണത്തിനകത്തേക്ക് അടക്കി ഭരിക്കുന്ന ചിലതിനെ ഉടയ്ക്കേണ്ടതിന് ആത്മാവിന്റെ തീയോടെ ചില പട്ടണത്തിനകത്തേക്ക് സ്വർഗം ഈ കാലഘട്ടത്തിന്റെ അഭിഷേകത്തെ തന്നുകൊണ്ട്, ഈ കാലഘട്ടത്തിന്റെ ആത്മനിയോഗത്തെ പകർന്നുകൊണ്ട് ചില പട്ടണത്തിനകത്തേക്ക് കർത്താവ് നടത്താൻ പോകുക. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ആത്മനിയോഗത്തോടെ അതിനെ പിടിച്ചോ. ഹല്ലേലൂയ. ചില പട്ടണത്തിനകത്തേക്ക് കാലുവെക്കേണ്ടതിന്, ചില പട്ടണത്തിനകത്തേക്ക് കയറേണ്ടതിന് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ എനിക്ക് കർത്താവ് ഈ ഉപവാസ പ്രാർത്ഥന തീരുമ്പോൾ ചില വിളികൾ വരും, ചില കോളുകൾ വരും. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ പ്രാർത്ഥിച്ചോ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അറിയാത്ത ചിലർ ദിവസങ്ങൾ വിളിക്കാൻ പോകുക, ചില കോളുകൾ സംഭവിക്കാൻ പോകുക. അസാധാരണ വലിയൊരു കോളിങ് നിങ്ങളുടെ മേൽ കിടക്കുന്നത് സാധാരണ ഒരു വ്യക്തിയുടെ മേൽ കിടക്കുന്നതല്ല, മറിച്ച് ഈ കാലഘട്ടത്തിന്റെ, ഈ നൂറ്റാണ്ടിന്റെ അഭിഷേകത്തിന്റെ തൈലമ ഒഴിക്കപ്പെട്ടത്. ഹല്ലേലൂയ. ദാവീദിന്റെ മേൽ ഒഴിക്കപ്പെട്ടതുപോലെ ഈ കാലഘട്ടത്തിൽ ചിലതിനെ വഹിക്കുന്ന ഒരു അഭിഷേകം. നീറിയിലെ കർത്താവ് പറയുന്നു, ചില പത്രോസ് പോയപ്പോൾ നിഴൽ തട്ടിയപ്പോൾ രോഗികൾ സൗഖ്യമായതുപോലെ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നടന്നു പോകുമ്പോൾ ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുക. അഭിഷിക്തൻ അറിയാതെ തന്നെ ചില അത്ഭുതങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ. വലിയ വിടുതൽ സംഭവിക്കും. പ്രാർത്ഥിച്ചോ. വലിയൊരു പ്രവർത്തിക്കുക. ഈ പ്രാർത്ഥനയ്ക്കകത്ത് ഒരു വലിയ സാന്നിധ്യം ചലിച്ചുകൊണ്ടിരിക്കുക, ഒരു അത്യന്തമായ സാന്നിധ്യം ചലിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് പറയുക, ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി, വലിയൊരു മിറക്കൽ സംഭവിക്കുക. ഓ ജീസസ്. ചിലർ ഉയർത്തെഴുന്നേൽക്കുന്നത്
ചില രോഗികൾ എന്ന് പറയുന്ന സ്ട്രക്ചറിൽ വരുന്നത്, ചിലത് സ്ട്രക്ചർ ഇല്ലാതെ പോകുന്നു. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഇതൊരു വഴിത്തിരിവാ, ഇതൊരു ടേണിംഗ് പോയിന്റാ. ഇന്ന് ഈ 3-ാമത്തെ ദിവസം ഇതൊരു ഉയർപ്പിന്റെ ദിവസമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ഞാൻ പറയുന്നു, ഈ ദിവസങ്ങൾ തൊട്ട് ഹല്ലേലൂയ വലിയൊരു പ്രവൃത്തി ഇതിനകത്ത് സംഭവിക്കും. വലിയൊരു ചാലഞ്ചിങ് ഈ ദിവസം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അഭിഷേകത്തിനെ നിങ്ങൾ ശുശ്രൂഷിക്കുമ്പോൾ ആ ശുശ്രൂഷയ്ക്കകത്ത് എങ്ങനെയെങ്കിലും നിർത്തിയാൽ മതിയെന്ന് ചിലപ്പോൾ വിചാരിക്കും, പക്ഷെ നിൽക്കത്തില്ല. അതിനകത്ത് അങ്ങനെ പറയാൻ പറയും, നിൽക്കത്തില്ല. നിങ്ങളുടെ അകത്തുനിന്ന് ഒരു ദൈവസാന്നിധ്യം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അതിനകത്ത് ജനം ഓടിക്കൂടും. എങ്ങനെയെങ്കിലും ഈ മനുഷ്യനൊന്ന് തൊട്ടാൽ മതി, ഈ മനുഷ്യനൊന്ന് തൊട്ടാൽ എന്ന് പറഞ്ഞാൽ അവർ കാണുന്നത് സാധാരണ ഒരു ജോസഫ് പാസ്റ്ററെ അല്ല, മറിച്ച് അവർ കാണുന്നത് ഹല്ലേലൂയ നോക്കി ചന്ദ്രക് മേശ ഹബേദന ഹോം നിന്നത് അവർ 3 പേരാ തീക്കകത്ത് നിന്ന്. പക്ഷേ ഹല്ലേലൂയ പുറത്തു നിന്നവർ കണ്ടത് അവരുടെ കൂട്ടത്തിൽ മറ്റൊരുവനെയാ കണ്ടത് എന്ന് പറഞ്ഞതുപോലെ തീജ്വാലയോടുകൂടി ചുറ്റും നിൽക്കുന്ന ചിലതിനെ അവർ കാണും. ഹല്ലേലൂയ. ആ തീക്കകത്തിറങ്ങുന്നവന് പിന്നെ പോകാൻ പറ്റാത്ത വിധത്തിൽ അവൻ ആത്മസാന്നിധ്യത്തിനകത്തേക്ക് അവൻ കയറാൻ തുടങ്ങും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രവാചകനാക്കി, ഈ കാലഘട്ടത്തിന്റെ ഹല്ലേലൂയ അഭിഷേകമുള്ള ഒരു മനുഷ്യനാക്കി സ്വന്തം പുറത്തെടുക്കുക. ഹല്ലേലൂയ. ആത്മാവിൽ പ്രാർത്ഥിച്ച ദിവസം മുന്നേറിക്കോ, ദൈവം വലിയ പ്രവൃത്തികൾ ചെയ്യുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയ തീക്കകത്തേക്ക് ദിവസം ദൈവം വലിച്ചെറിയുന്നത്. താങ്ക് യു ഫാദർ. ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. വായിച്ച വചനത്തിലേക്ക് വേഗത്തിൽ വരട്ടെ. നോക്കിയേ ഹല്ലേലൂയ. അതിന്റെ 11-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിനായി കാത്തിരുന്നു. അവിടെ വിശ്വാസത്താൽ കാത്തിരിക്കുക. എന്താ? ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായ ഒരു വലിയൊരു നഗരം. ഈ നഗരത്തിനായിട്ട് വിശ്വാസത്താൽ തന്റെ ഭക്തന്മാർ കാത്തിരുന്നു. അബ്രഹാം നോക്കിയ ഇവിടെ പറയുന്ന ഭാഗം ഇങ്ങനെ നോക്കി, ഇനി എന്തു പറയണ്ടു? ഗിദ്യോൻ, ബാരാക്ക്, ശിംശോൻ, ഇഫ്താഹ്, ദാവീദ് എന്നിവരെയും ശമൂവേൽ മുതലായ പ്രവാചകന്മാരെ കുറിച്ച് വിവരിക്കുവാൻ സമയം പോരാ. അബ്രഹാം പറയാ, പൗലോസ് പറയാ, ഇനി സമയം പോരാ. അവരെ കുറിച്ച് പറയാനുള്ള സമയമില്ല. ഇനി ഞാൻ അവരെ കുറിച്ചും കൂടെ വിവരിച്ചു വന്നാൽ എന്താ സ്തോത്രം, എനിക്ക് അങ്ങ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വിവരിക്കാനുള്ള സമയമില്ല. സ്തോത്രം. എന്നിട്ട് അടുത്ത് പറയുന്നത്, വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി നീതി നടത്തി വാഗ്ദത്തം പ്രാപിച്ചു. ഇന്ന് പകൽ വിശ്വാസത്താൽ നീ വാഗ്ദത്തം പ്രാപിക്കുന്നവനായി മാറണം. വിശ്വാസത്താൽ നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തത്തെ തിരിച്ചറിയണം. എന്നിട്ട് അടുത്ത് പറയാം, സിംഹങ്ങളുടെ വായ അടച്ചു. ഓക്കെ, ദാനിയേലിന്റെ അടുത്ത് സിംഹക്കുഴിക്കകത്തേക്ക് വലിച്ചെറിയുമ്പോഴും കരയിൽ നിൽക്കുന്നവർ പറയുക, ഇനി ദാനിയേലിന്റെ ഒരു എല്ലും കഷ്ണം പോലും കിട്ടത്തില്ലെന്ന്. പക്ഷേ ഗുഹയ്ക്കകത്ത് കിടക്കുന്നവൻ, ഗുഹയ്ക്കകത്ത് പോകുന്നതിന് മുമ്പ് വിശ്വാസത്താൽ ഹല്ലേലൂയ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, സിംഹത്തിനെ തൊടാൻ കഴിയത്തില്ല. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുക, കർത്താവ് എനിക്ക് വേണ്ടി വഴി തുറക്കും, എനിക്ക് വേണ്ടി വഴി തുറന്നു കഴിഞ്ഞു, എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തു കഴിഞ്ഞു എന്ന് നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ? നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ? സ്വർഗം നിങ്ങൾക്ക് വേണ്ടി വഴി തുറന്നു കഴിഞ്ഞു. ഓക്കെ, അബ്രഹാം തന്റെ വാർദ്ധക്യം വരെ ഇങ്ങനെ നിൽക്കുക. ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കാം. അബ്രഹാം ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയപ്പോൾ അബ്രഹാമിന്റെ ജീവിതത്തിൽ തൻ്റെ ആ വാർദ്ധക്യ സമയത്ത് ഒരു മകനെ ദൈവം കൊടുത്തു. നോക്കിയേ, ചില വർഷങ്ങൾ കാത്തിരുന്നിട്ട് ഒരു തലമുറയെ കിട്ടിയത്. അടുത്തത് ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കർത്താവ് പറയാം, അബ്രഹാമേ അടുത്തൊരു ടെസ്റ്റാ. അബ്രഹാമിന്റെ ജീവിതത്തിൽ അടുത്തൊരു ടെസ്റ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് നടക്കുക. അബ്രഹാമേ, ഞാൻ നിന്നെ വിളിച്ചു, ഒരു മടിയും കൂടാതെ നീ വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്ത് ചെയ്തു? നീ പുറത്തു വന്നു, നീ വിശ്വാസത്താൽ ഓരോ ചുവടും മുമ്പോട്ട് വെച്ചു.
ഞാൻ നിന്നോട് വാഗ്ദത്തം പറഞ്ഞു, നീ കാത്തിരുന്നു, ശരിയാ. പക്ഷെ ഞാൻ നിന്നോട് ഒരു കാര്യം കൂടെ പറയാൻ പോവാ. എന്നാ കർത്താവേ? അബ്രഹാമേ, നീ സ്നേഹിക്കുന്ന, നീ ഇഷ്ടപ്പെടുന്ന ഈ വാർദ്ധക്യത്തിൽ നിനക്ക് ലഭിച്ച നിന്റെ മകനില്ലേ, അവനെ നീ എനിക്ക് വേണ്ടി തരണം, യാഗമർപ്പിക്കണം. ഒരു പിതാവിൻ്റെ ഉൾത്തടം അത് ഉടയുമോ അതോ സ്തോത്രം അങ്ങനെ ഇരിക്കുമോ? ഇല്ല. സ്തോത്രം നോക്കിയേ, അബ്രഹാമിന്റെ അകത്തു വേദന വന്നു. കർത്താവിനോട് പറയും, കർത്താവേ വേണമെങ്കിൽ സ്തോത്രം നമ്മളൊക്കെ ആണെങ്കിൽ കർത്താവിനോട് പരാതി, കർത്താവേ വേറെ വല്ലതും ചോദിക്കും, ഞങ്ങൾ തരാം. ഈ വാർദ്ധക്യത്തിലൊക്കെ കാത്തിരുന്ന് ഇങ്ങനെ ഓർമ്മത്തിൽ ഞങ്ങൾക്ക് തന്നപ്പം കർത്താവ് അതിന് ഞങ്ങളോട് ചോദിക്കുകയാണ് എന്നു നമ്മൾ ദൈവത്തോട് ചോദിക്കും. പക്ഷെ അബ്രഹാം ഒന്നും പറഞ്ഞില്ല. ഒരു സുപ്രഭാതത്തിൽ അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റു, കഴുതിയൊക്കെ റെഡിയാക്കി, വിറക് വെച്ചു, തീയെടുത്തു, കത്തിയെടുത്തു, എല്ലാം റെഡിയാക്കി, ബാല്യക്കാരെയും വിളിച്ചു, നമുക്ക് ആരാധനയ്ക്കൊന്ന് പോകണം. യാത്ര പുറപ്പെട്ടു. തൻ്റെ ഭാര്യയോട് എന്ന് പറഞ്ഞ കുടുംബത്തിൽ പറഞ്ഞില്ല. പറഞ്ഞാൽ അവർ പറയും, അച്ചായ ഈ വാർദ്ധക്യത്തിൽ കിട്ടിയ ഒന്നാ, ഇതിനെ കൊണ്ട് കളയാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് എന്ത് ചെയ്യും? സ്തോത്രം പറയും. അതുകൊണ്ട് എന്ത് ചെയ്യില്ല, ഒരു കാര്യവും പറയാതെ വീട്ടിൽ നിന്ന് പയ്യെ യാത്ര പുറപ്പെട്ടു. ദൂരവേ വെച്ച് ആരാധന നടക്കേണ്ട സ്ഥലം കണ്ടപ്പോൾ അബ്രഹാം അവിടെ ചെന്നപ്പോൾ തന്റെ ബാല്യക്കാരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇവിടെ നിൽക്ക്, ഞാനും മകനും പോയി യാഗം കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങി വരാം. വിശ്വാസം നോക്കി, അത്ര വലുതാ ആ സ്റ്റേറ്റ്മെന്റ് കേട്ടോ. കൂടെ വന്ന ബാല്യക്കാരോട് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ, ഞങ്ങൾ മടങ്ങി വരും. ഞാൻ വരാന്നല്ല പറഞ്ഞ്, ഞങ്ങൾ വരും, ഞങ്ങൾ പോയതുപോലെ ഞങ്ങൾ മടങ്ങി വരും. ഹല്ലേലൂയ. എന്നൊക്കെ യാത്ര പുറപ്പെടുകയാ. മലയുടെ മുകളിലെത്തി പോകുന്ന വഴിക്ക് അപ്പന്റെ ഉള്ളത്തെ കിടുക്കുന്ന ഒരു ചോദ്യം, അപ്പന്റെ ഉള്ളത്തെ വേദനിപ്പിക്കുന്ന ഒരു ചോദ്യം, മകൻ, അപ്പാ വിറകുണ്ട്, കത്തിയുണ്ട്, തീയുമുണ്ട്, യാഗമൃഗം എവിടെ എന്ന് ചോദിക്കുമ്പോൾ അപ്പന്റെ ഉള്ളം വേദന കൊണ്ട് നേറിക്കാണാം. അന്നേരം അപ്പ ഒന്നും മിണ്ടുന്നില്ല. അന്നേരം പറഞ്ഞ വിശ്വാസത്താൽ പറഞ്ഞ ഒരു വാക്യത, മകനെ ദൈവം കരുതിക്കൊള്ളും. നമ്മുടെ ദൈവം കരുതുന്ന ദൈവമാ. വിശ്വാസത്താൽ നിൽക്കുന്ന തന്റെ ഭക്തന്മാർക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവത്തിന്റെ അടുക്കല ഇന്ന് പകലിൽ നമ്മൾ വന്ന് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ദൈവം കരുതുന്ന ദൈവമാ. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമാ. ഹല്ലേലൂയ. അവൻ നമ്മെ ഉയർത്തേണ്ടതിന്, സ്തോത്രം, പത്രോസിന്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്ന 5-ാം അധ്യായം വായിക്കുമ്പോൾ, സ്തോത്രം, അവൻ തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തേണ്ടതിന്, അവന്റെ ബലമുള്ള കൈക്കീഴിൽ എന്ത് താണിരിക്കാൻ. തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ നിങ്ങൾ താണിരിപ്പിൻ എന്ന് പറഞ്ഞാൽ, വിശ്വാസത്തോടെ നിങ്ങളൊന്ന് താണിരുന്നാൽ സമയമാകുമ്പോൾ കർത്താവ് എന്ത് ചെയ്യും? ഉയർത്തും. സമയമാകുമ്പോൾ കർത്താവ് നമ്മെ മാനിക്കും. നമ്മൾ സമയമായില്ല കർത്താവേ, ഇനി പറ്റത്തില്ല, ഇത്രയൊക്കെ നോക്കിയിരുന്നല്ലോ എന്ന് പറഞ്ഞ് മാറിയിരുന്നാൽ ഒരിക്കലും, ദൈവത്തെ കുറ്റം പറഞ്ഞ് മാറിയിരുന്നാൽ ഒരിക്കലും നമുക്ക് ഉയർച്ച പ്രാപിപ്പാൻ കഴിയത്തില്ല. ഇല്ല, കർത്താവിനോട് പറഞ്ഞൊരു സമയമുണ്ട്, ഒരു ടൈമുണ്ട്. അതുകൊണ്ട് ഭക്തൻ പറഞ്ഞ ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് എത്തുവാൻ എന്തുകൊണ്ടിരിക്കുക? ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അത് സമാപ്തിയിലെത്തുവാൻ, അത് എൻ്റെ അടുക്കൽ എത്തുവാൻ എന്തുകൊണ്ടിരിക്കുക? അത് ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് പകൽ ഹല്ലേലൂയ, ഇതിനകത്ത് കൂടിയിരിക്കുന്ന 25 കുടുംബത്തെ നോക്കി ഞാൻ പറയാം, അഭിഷിക്തന്മാരെ നോക്കി ഞാൻ പറയാം, നിങ്ങൾ ആത്മാവിൽ വിശ്വാസത്തോടെ ദിവസത്തിൽ കാലുവെച്ചാൽ നമ്മുടെ മേൽ കിടക്കുന്ന വാഗ്ദത്തത്തെ നിറവേറ്റാൻ ദൈവം വിശ്വസ്തനാ. ആത്മാവിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ, ആത്മാവിൽ നിന്നാൽ നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന വഴിയെ തുറക്കാൻ ദൈവം വിശ്വസ്തനാ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മൾ ദിവസങ്ങൾ ആത്മനിയോഗത്തോടെ ദൈവത്തിന്റെ അടുക്കൽ പ്രാർത്ഥിച്ചാൽ, ആത്മാവിൽ പിതാവിന്റെ മുഖത്തേക്ക് നോക്കിയാൽ, ദൈവം നമുക്കായ അസാധാരണ വഴികൾ ദൈവം നമുക്ക് വേണ്ടി തുറന്നു തരും. ഹല്ലേലൂയ. അതിന് ഒരു മാറ്റവും ഇല്ല. അബ്രഹാമും മകനുമായി മറിയാമലയിൽ എന്ത് ചെയ്തു? യാഗമർപ്പിക്കാനായി യാത്ര പുറപ്പെടുകയാണ്.
മുകളിലെത്തി, മലയുടെ മുകളിലെത്തി. ഹല്ലേലൂയ. എന്നൊക്കെ യാഗപീഠം റെഡിയാക്കി വെച്ചു, വിറകടുക്കി. അടുത്ത സെക്കൻഡിൽ എന്ത് ചെയ്തു? ബാലനെ പിടിച്ച് കൈകാലിൽ കെട്ടി എന്ത് ചെയ്തു? ആ വിറകിന്റെ മുകളിൽ കിടത്തുകയാ. അന്നേരം അവൻ അറിയുന്നത് ഞാനാ ഹല്ലേലൂയ യാഗവസ്തു എന്ന് എന്ത് ചെയ്യാം മകൻ അറിയുന്നു. അതുവരെ അറിയത്തില്ല, അതുവരെ എന്തെന്ന് പോലും അറിയത്തില്ല. ഹല്ലേലൂയ. താൻ നോക്കി നിൽക്കുക, അപ്പൻ വിറകെടുക്കുന്നുണ്ട്, ഞാനും അപ്പനോട് ഒരുമിച്ച് നിൽക്കുക. ഹല്ലേലൂയ. ഞാനും അപ്പനോട് ചേർന്ന് നിൽക്കുക, ആരാധനയ്ക്ക് ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ. നോക്കിയ സ്തോത്രം. എന്താ സംഭവിക്കുന്ന അറിയുന്നില്ല. പക്ഷേ വിറകുമടിക്ക് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ബാലനെ പിടിച്ചു കിടത്തുമ്പോൾ ഉൾത്തടത്തിനകത്ത് അറിയുന്നത് ഞാനാ ഹല്ലേലൂയ യാഗവസ്തുവെന്ന്. അടുത്ത സെക്കൻഡിൽ കത്തിയെടുത്തു, മകനെ സ്തോത്രം നോക്കി കുത്തുവാൻ തുടങ്ങുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുക, അബ്രഹാമേ അബ്രഹാമേ ഹല്ലേലൂയ ബാലന്റെ മേൽ കൈവെക്കരുത്. എന്താ? നീ മടിച്ചില്ലല്ലോ, ഞാൻ നിന്നോട് പറഞ്ഞ കാര്യത്തിനകത്ത് നീ മടി കാണിച്ചില്ലല്ലോ അബ്രഹാമേ. നീ പുറപ്പെട്ടു വന്നില്ലേ? ഹല്ലേലൂയ. നീ അതിനെ മാറ്റി നിർത്താതെ നീ എൻ്റെ അടുക്കലേക്ക് വന്നില്ലേ അബ്രഹാമേ? ഹല്ലേലൂയ ഹല്ലേലൂയ. അബ്രഹാമിന്റെ അകത്തൊരു വിശ്വാസം ഉണ്ടായിരുന്നു. എന്തെന്നറിയാമോ? ഇത് എൻ്റെ വാഗ്ദത്ത സന്തതിയാണ്, എനിക്ക് വാഗ്ദത്തം ലഭിച്ചൊരു മകനായത്. അതുകൊണ്ട് ഇവനെ ഞാൻ ഹല്ലേലൂയ എന്താ ദഹിപ്പിച്ചെന്ന് പറഞ്ഞാലും ആ ചാരത്തിന്റെ അകത്ത് നിന്നും എൻ്റെ മകനെ ഉളവാക്കി തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് അബ്രഹാമിന് ഉറപ്പുണ്ടായിരുന്നു. അവനെ തൊടാൻ ദൈവം സമ്മതിക്കത്തില്ലെന്ന് അബ്രഹാമിന് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അബ്രഹാം എന്ത് ചെയ്ത്? ഹല്ലേലൂയ ഒരു മടിയും കൂടാതെ ഹല്ലേലൂയ ചെന്ന് യാഗമർപ്പിക്കാൻ തുടങ്ങുന്നത്. അടുത്ത സെക്കൻഡിൽ പറയും, അബ്രഹാമേ ബാലന്റെ മേൽ കൈവെക്കരുത് അബ്രഹാമേ. ഹല്ലേലൂയ. നീ അവനെ തരാൻ മടിക്കായതുകൊണ്ട് ഹല്ലേലൂയ നിനക്ക് ഒരു മടിയും ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഹല്ലേലൂയ നീ വിശ്വാസത്തോടെ ഇറങ്ങി പുറപ്പെട്ട മനുഷ്യനാ. അതുകൊണ്ട് ഹല്ലേലൂയ അബ്രഹാമിനെ വിളിക്കുന്നത് ഹല്ലേലൂയ എന്താ? വിശ്വാസ വീരനായ അബ്രഹാം. വിശ്വാസത്തോടെ ഇറങ്ങിയ മനുഷ്യനാ, വിശ്വാസത്തോടെ സകലതും ചെയ്ത മനുഷ്യനാ, വിശ്വാസത്തോടെ നിന്ന മനുഷ്യനാ. ഹല്ലേലൂയ. നമ്മുടെ പിതാവാം ഹല്ലേലൂയ പൂർവ്വ പിതാവാം അബ്രഹാമിനെ നോക്കി പറയുന്നതാ വിശ്വാസ വീരനായ അബ്രഹാം. അങ്ങനെയെങ്കിൽ വിശ്വാസ വീരനായ അബ്രഹാമിന്റെ പിൻഗാമിയായി നിനക്കും വിശ്വാസത്തോടെ നിൽക്കാൻ പറ്റുമോ? നിനക്കും നീതിയോടെ നിൽക്കാൻ പറ്റുമോ? ഇന്ന് പകൽ വിശ്വാസത്തോടെ ചിലതിനെ നോക്കി കൽപ്പിക്കാൻ ഈ പകൽ കഴിയുമെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ചില പ്രവർത്തികൾ ചെയ്തു തരും. ഓ താങ്ക് യു ഫാദർ. വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പാ. നമ്മുടെ അകത്ത് വിശ്വാസം എന്ന ആശ നമ്മുടെ അകത്ത് വരണം. വിശ്വസിക്കുക മാത്രമല്ല, നമ്മുടെ അകത്ത് ആശ ഉണ്ടാകണം. അതെനിക്ക് കിട്ടുമെന്നുള്ള, അത് ഉറപ്പാണെന്നുള്ള ആശ നമ്മുടെ അകത്ത് വന്നാൽ, അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് അബ്രഹാം വിശ്വസിച്ചു, അത് അവനെന്റെ നീതിയായി ദൈവത്തെ ഹല്ലേലൂയ കണക്കിട്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന എന്തോ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അബ്രഹാമിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. അടുത്ത കർത്താവ് പറയാ, ദൈവം പറയാ, അബ്രഹാമേ നിനക്ക് വേണ്ടി ഒരാടിനെ ദൈവം കരുതി വെച്ചിരിക്കുക. ആര് കരുതിയില്ലേലും അബ്രഹാമിന് വേണ്ടി ദൈവം ഒരാടിനെ കരുതി. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമുക്ക് വേണ്ടി ചിലതിനെ കരുതി വെക്കുന്ന ഒരു ദൈവം നാം വിശ്വസിച്ചാൽ. അതുകൊണ്ടാ യേശു ലാസറിന്റെ ഭവനത്തിൽ വന്നപ്പോൾ, ലാസറിന്റെ കൂടാരത്തിൽ വന്നപ്പോൾ, ലാസറിന്റെ കൂടാരത്തിൽ വന്നു കയറിയപ്പോഴേ മറിയ യേശുവിന്റെ പാദത്തിൽ ഇരുന്ന് എന്ത് ചെയ്യാ നല്ല വചനങ്ങളെ കേട്ടിരിക്കുക. അടുത്ത സെക്കൻഡിൽ മാർത്ത ഓടി വന്നിട്ട് പറഞ്ഞു, അല്ലയോ കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ലായിരുന്നു. കർത്താവ് പറഞ്ഞു, ഇല്ല മാർത്തേ, ഒരു അത്ഭുതം സംഭവിക്കാൻ പോവുക. അല്ലല്ലോ എനിക്കറിയാം സംഭവിക്കും, ഇപ്പോഴല്ല കർത്താവേ, അത് കൊടുക്കുന്ന നാളിലെന്ന് എനിക്കറിയാം. അന്നേരം കർത്താവ് പറഞ്ഞു, ഇല്ല മാർത്തേ, നീ വിശ്വസിച്ചാൽ ഇന്ന് ഈ സെക്കൻഡിൽ ദൈവത്തിന്റെ മഹത്വം നീ കാണും. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ പ്രവൃത്തി കാണും. വിശ്വാസത്തോടെ ഹല്ലേലൂയ ഇന്ന് പകലിൽ നമ്മൾ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ ചില അത്ഭുതങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് വ്യക്തം പറഞ്ഞു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. സ്തോത്രം ഉണ്ട്. അതിന്റെ രണ്ടാം വാക്യം, അതിനാലല്ലോ
പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. വിശ്വാസത്താൽ ഇറങ്ങി പുറപ്പെട്ടത് കൊണ്ടാ പറയുന്നത് പൂർവന്മാർക്ക് എന്ത് ചെയ്തു? സാക്ഷ്യം ലഭിച്ചത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ നമ്മുടെ അകത്തും ഈ വിശ്വാസം വർദ്ധിച്ചു വരട്ടെ. നമ്മുടെ അകത്തും വിശ്വാസം വർദ്ധിച്ചു വരണം. ഹല്ലേലൂയ. വിശ്വാസം നമ്മുടെ അകത്ത് വർദ്ധിക്കും തോറും നമ്മുടെ അകത്ത് ബലം വർദ്ധിച്ചു വരും. അതുകൊണ്ടാണ് പറഞ്ഞ ഹല്ലേലൂയ, നമ്മുടെ അകത്ത് ദൈവ സാന്നിധ്യം വർദ്ധിച്ചു വർദ്ധിച്ചു വരും തോറും ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ ലൈഫിനെ ദൈവം മാറ്റും. അബ്രഹാം വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, അബ്രഹാം ഇറങ്ങി പുറപ്പെട്ടത് മനുഷ്യന്റെ വാക്ക് കേട്ടൊന്നുമല്ല, ദൈവത്തിന്റെ വാക്ക് കേട്ട. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ദൈവത്തിന്റെ വാക്ക് കേട്ടിറങ്ങുന്ന തന്റെ ഭക്തന്മാരുടെ ജീവിതത്തിന്റെ അകത്ത് ഒന്നിനും ദൈവം കുറവ് വരുത്തിയിട്ടില്ല. ഹല്ലേലൂയ. വിശ്വാസത്താൽ നമുക്കറിയാം, പൂർവ്വപിതാക്കന്മാരെല്ലാം എന്ത് ചെയ്ത? അവർ വിശ്വാസത്താൽ ഓടിയത്. ഹല്ലേലൂയ. അവരെല്ലാം വിശ്വാസത്താലാണ് നിലനിന്നത്. വിശ്വാസത്താൽ നിന്നുകൊണ്ട് പറഞ്ഞു ഹല്ലേലൂയ, അത് സംഭവിക്കുമെന്ന് അവർ വിശ്വസിച്ചു. അത് സംഭവിച്ചു അവർ ജീവിതത്തിൽ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, വചനം പറയുന്നു, വിശ്വാസത്താൽ അവർ എന്ത് ചെയ്തു? സിംഹങ്ങളുടെ വായടച്ചു. വിശ്വാസത്താൽ തീയുടെ ബലത്തെ കെടുത്തി. തീക്കകത്ത് കൊണ്ടിട്ടപ്പോഴവർ വിശ്വസിച്ചു. എന്താ? ഞങ്ങളെ വിടുവിപ്പാൻ ഒരുവൻ വരുമെന്ന് വിശ്വസിച്ചു. സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് കൊണ്ടിടുമ്പോഴും തങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഞങ്ങളെ തൊടാൻ പറ്റത്തില്ല. ഇന്ന് പോലും ഞാൻ പറയാം, ആ വിശ്വാസം നമ്മുടെ അകത്ത് വന്ന, ആ വിശ്വാസം നമ്മുടെ ഉള്ളിൽ വന്നാൽ നമ്മളെ തൊടാൻ ഒന്നിനും കഴിയത്തില്ലെന്ന്, നമ്മളെ തകർക്കാൻ ഒന്നിനും കഴിയത്തില്ലെന്ന്. ഇന്ന് പകൽ ആ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ വരട്ടെ. ഓ ജീസസ്, ദൈവത്തിലുള്ള വിശ്വാസം നാൾക്ക് നാൾ വർദ്ധിച്ചു വരട്ടെ. ആ വിശ്വാസം നാൾക്ക് നാൾ നമ്മുടെ അകത്ത് വർദ്ധിക്കും തോറും നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് പ്രത്യാശയേറിക്കൊണ്ടേയിരിക്കും. ആമേൻ. ഹല്ലേലൂയ. വിശ്വാസത്താൽ ഒരു മനുഷ്യൻ കാലുകൾ മുമ്പോട്ട് വെക്കാൻ തുടങ്ങുമ്പോൾ, നമ്മൾ ചിലത് പറയാറുണ്ട്, എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ പറയാറുണ്ട്, അവരോട് ചോദിച്ചാൽ എങ്ങനെ കാര്യങ്ങളൊക്കെ, അന്നേരം പറയും ഞങ്ങൾ വിശ്വാസത്താലാണ് ചെയ്യുന്നത്, വിശ്വാസത്താൽ ഓരോ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുക. അങ്ങനെയെങ്കിൽ വിശ്വാസത്താൽ ഒരു ചുവട് നമ്മൾ മുമ്പോട്ട് വെക്കുമ്പോൾ, വിശ്വാസത്താൽ ഓടാൻ തുടങ്ങുമ്പോൾ, ദൈവം നമുക്ക് വേണ്ടി തുറക്കുന്ന വഴികൾ ആർക്കും അറിഞ്ഞുകൂടാ കേട്ടോ. വിശ്വാസത്താൽ ഒരു ഭക്തൻ പുറപ്പെട്ട് കഴിയുമ്പോൾ, ഒരുവൻ, വചനം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയൊരു സൃഷ്ടിയായിട്ട് മാറുക. ഒരുവൻ ക്രിസ്തുവിനെ വിശ്വസിച്ചുകൊണ്ട്, വിശ്വാസത്താൽ അവനെ തന്റെ ഉള്ളിൽ എന്ത് ചെയ്യുക? സംഗ്രഹിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? ഓടാൻ തുടങ്ങുമ്പോൾ അവന്റെ ജീവിതത്തിനകത്ത് നിന്ന് പഴയത് മാറി അവൻ പുതിയൊരു വ്യക്തിയാകുക. ദൈവം ആഗ്രഹിക്കുന്ന നിങ്ങൾ പുതിയൊരു മനുഷ്യനായി നിൽക്കാനാ. ദൈവം ആഗ്രഹിക്കുന്ന നിങ്ങൾ പുതിയൊരു വ്യക്തിയായി മാറാനാ. ഇന്ന് പോലെ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ പുതിയ ഒന്നായി മാറും. പഴയതിനെ വിട്ട് പുതിയ ഒന്നിലേക്ക് കാല് വെച്ച് തുടങ്ങും. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയതായി മാറുക, അവൻ പുതിയൊരു സൃഷ്ടിയായി മാറുക. നോക്കിയേ, അബ്രഹാം ക്രിസ്തുവിലായപ്പോൾ എന്ത് ചെയ്തു? അവൻ പുതിയൊരു മനുഷ്യനായി മാറി. അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാം നീ വിശ്വാസത്തോടെ ഇറങ്ങിക്കോ, അപ്പൻ ചെയ്യുന്ന പ്രവൃത്തിയല്ല ഇനി നീ ചെയ്യേണ്ടത്, അപ്പൻ ചെയ്യേണ്ട വേലയ്ക്കല്ല നിന്നെ ഞാൻ വിളിച്ചത്, അപ്പൻ ചെയ്യേണ്ട കാര്യത്തിന് വേണ്ടിയല്ല ഞാൻ നിന്നെ വിളിച്ചത്, മറിച്ച് എനിക്ക് നിന്നെ വേണം, എനിക്കാവശ്യമാ, എനിക്ക് വേണം അബ്രഹാമെ നിന്നെ. നീ അപ്പന്റെ പിന്നാലെ പോകേണ്ട മനുഷ്യനല്ല അബ്രഹാമെ, നീ എന്റെ പിന്നാലെ വരേണ്ടവനാ. ഇതാ യേശു പത്രോസിനോട് പറഞ്ഞ, പത്രോസ് എന്റെ പിന്നാലെ വാ, എനിക്ക് വേണം നിന്നെ.
ഇന്ന് പകലിൽ നിങ്ങളെ നോക്കി ഞാൻ പറയുന്നു, ദൈവത്തിന് വേണം നിങ്ങളെ. ആർക്കും വേണ്ടെങ്കിലും, മനുഷ്യർക്ക് വേണ്ടെങ്കിലും, ഉറ്റവർക്ക് വേണ്ടെങ്കിലും, ഉടയവർക്ക് വേണ്ടെങ്കിലും, ദൈവത്തിന് വേണം നിന്നെ. നിന്നെ ആരൊക്കെ തള്ളിയാലും, നിന്നെ ആരൊക്കെ ഒതുക്കിയാലും, നിന്നെ ദൈവത്തിന് വേണമെന്ന്. ദൈവത്തിന് നിന്നെ കൂടി ചേർന്ന് ചെയ്യാനുണ്ട്. ദൈവത്തിന് ആവശ്യമാണെന്ന്. നീ വിചാരിക്കും എല്ലാവരും എൻ്റെ കൂടെ കാണും, എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ച പലരും ഇട്ടിട്ട് പോയില്ലേ, മാറിയില്ലേ? നീ വിശ്വസിച്ച പലരും കൈവിട്ട് പോയില്ലേ? നീ വിചാരിച്ച പലരും നിന്നെ വിട്ട് മാറി നിന്നില്ലേ? ഇന്ന് പോലെ കർത്താവ് പറയുക, ഇല്ല, എനിക്ക് നിങ്ങളെ വേണം. ഹല്ലേലൂയ. വിചാരിച്ചവരെല്ലാം മാറിയപ്പോഴും, വിശ്വസിച്ചവരെല്ലാം മാറിയപ്പോഴും കർത്താവ് കൂടെ നിന്നു. ഇന്ന് പോലെ കർത്താവിനോട് കൂടെ നിൽക്കാൻ നീ തയ്യാറായാൽ, ഈ പോലെ യേശുവിനോട് കൂടെ നിൽക്കാൻ നിങ്ങൾ തയ്യാറായാൽ, നാം തയ്യാറായാൽ, കർത്താവ് നമ്മുടെ കൂടെ നിൽക്കും. ഇന്ന് പകലിൽ നമുക്ക് വിശ്വാസത്തോടെ യേശുവിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കാം. ആരില്ലെങ്കിലും, അത് ഭക്തൻ പറയാതെ, കൂട്ടിനായാലും കൂടില്ലെന്നാലും ഭയപ്പെടേണ്ടിയിരിക്കും. അല്ലെങ്കിൽ കൺമണി പോൽ കാക്കുന്നൊരു നാഥൻ നമുക്കുണ്ടെന്നേ. കൂട്ടിനായി ആരുമില്ലെങ്കിലും വേണ്ടെന്ന്, കൂടെ നടക്കാൻ ആരുമില്ലെങ്കിലും വേണ്ടെന്ന്, ആ നല്ല നാഥൻ നമ്മുടെ കൂടെ ഉണ്ടല്ലോ, അത് മതി. ആ നാഥൻ കൂടെയുള്ളപ്പോൾ നമ്മൾ കരയേണ്ട കാര്യമില്ല. നാഥൻ കൂടെയുള്ളപ്പോൾ നമ്മൾ നിലവിളിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളെ വിളിച്ചു പുറത്തു കൊണ്ടുവന്നത് മനുഷ്യനല്ല, മറിച്ച് നമ്മുടെ ദൈവമാ. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നു നമ്മുടെ കണ്ണുകളെല്ലാം ഒരു നിമിഷം അടയട്ടെ. ഈ പകലിൽ ഒന്നുകൂടെ ദൈവങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊണ്ടേ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാ. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായ ആ നിത്യ നഗരത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക. നമ്മളെല്ലാം വിശ്വസിക്കുന്നത് എൻ്റെ പ്രാണനാഥൻ വരും, അവനോട് ഒരുമിച്ച് പോവുക എന്നുള്ള വിശ്വാസത്തോടെ നമ്മൾ ഇരിക്കുന്നത്. ദൈവം എനിക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കിയിട്ടുണ്ട്. ആ ഭവനത്തിൽ എത്തണമെന്നൊരു വിശ്വാസത്തോടെ നമ്മൾ ഇരിക്കുന്നത്. ആ ഭവനത്തിൽ ഞങ്ങൾക്കും ചെല്ലണം, പ്രാണനാഥനോട് ചേർന്ന് ഞങ്ങൾക്ക് നിൽക്കണം. അതാണ് നമ്മുടെ വിശ്വാസം. ഇന്ന് പകലിൽ ആ വിശ്വാസത്തിനകത്തേക്കൊന്ന് കയറിക്ക്. ഹല്ലേലൂയ. ആ പ്രാണനാഥന്റെ മുഖത്തേക്ക് ഞങ്ങൾക്ക് നോക്കണം. താങ്ക് യു ഫാദർ. ഒന്ന് പ്രാർത്ഥിച്ച് 1-2 മിനിറ്റ്. കർത്താവേ, ഞങ്ങൾക്കും ആ ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായ ആ നിത്യ നഗരത്തിലേക്ക് ഞങ്ങൾക്കും ഒന്ന് വരണം കർത്താവേ. ഞങ്ങൾക്കും ആ നഗരത്തിനകത്തേക്കൊന്ന് കയറണം. ഞങ്ങൾക്കും ആ പിതാവിനോട് ചേർന്ന് നടക്കണം. ഇന്ന് പോലെ ഞങ്ങളുടെ വിശ്വാസം അതാ കർത്താവേ, ഞങ്ങളുടെ പ്രത്യാശ അതാ. ഞങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രത്യാശ മൊത്തം അതാ. ഞങ്ങളുടെ പ്രാണനാഥന്റെ മുഖത്തേക്ക് ഞങ്ങൾക്ക് നോക്കണം. ഞങ്ങളുടെ അപ്പനോട് ചേർന്ന് ഞങ്ങൾക്ക് നിൽക്കണം. അതാ ഞങ്ങളുടെ പ്രത്യാശ മുഴുവനും. അല്ല ഞങ്ങൾക്ക് ഈ ലോകത്തിൽ നിന്ന് അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെയല്ല. പ്രാണനാഥന് വേണ്ടി ഓടണം. പ്രാണനാഥന് വേണ്ടി ഹല്ലേലൂയ. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന, ഞങ്ങൾക്ക് വേണ്ടി 3 ആണികളിൽ തറയ്ക്കപ്പെട്ട, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിലേറിയ, ഹല്ലേലൂയ, കള്ളന്മാരുടെ നടുവിൽ ഞങ്ങൾക്ക് വേണ്ടി തറയ്ക്കപ്പെട്ട നാഥനോട് ഒരുമിച്ച് ഹല്ലേലൂയ അടക്കപ്പെട്ട് ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ആ നാഥന് വേണ്ടി നിലനിൽപ്പാൻ ലോകം മുഴുവനും അങ്ങേ കുറ്റം വിധിച്ചതാ. ആ ലോകത്തിലെ കർത്താവ് ഞങ്ങൾ ഇന്നും നിൽക്കുന്നത് ആ ലോകത്തിന്റെ പിന്നാലെ ഓടാനല്ല, കുറ്റം വിധിക്കുന്ന ലോകത്തിന്റെ പുറകിൽ നിൽക്കാനല്ല കർത്താവ്, മറിച്ച് ഞങ്ങൾക്ക് പ്രാണനാഥന്റെ മുഖം നോക്കി ഞങ്ങൾക്ക് ഓടണം. ഞങ്ങളുടെ അപ്പന്റെ മുഖം നോക്കി ഞങ്ങൾക്ക് ഓടണം. ഞങ്ങളുടെ ലക്ഷ്യം അതാ. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രാണനാഥന്റെ അടുക്കൽ ഞങ്ങൾക്കും വരണം. ആ പ്രാണനാഥന്റെ മുഖത്തേക്കൊന്ന് ആത്മാർത്ഥമായി ജനമൊന്ന് നോക്കിയേ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 3-ാമത്തെ പകലിൽ
ആ നാഥന്റെ പൊന്നുമുഖം നോക്കുന്നവരായി മാറട്ടെ. ഓ ശിഖദുരപന ഹൽക്ക റാംധുനിയ റഗശസ്യ 23 കുടുംബം ഇന്ന് പകലിൽ ആ പ്രാണനാഥന്റെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ടുണ്ട്. ഓ താങ്ക് യു ഫാദർ. ഈ പകലിൽ ചിലരുടെ വേദനകളെ അറിയുന്ന കർത്താവ്, ചിലരുടെ ദുഃഖങ്ങളെ അറിയുന്ന കർത്താവ്, ഇന്ന് പകലിൽ ആശ്വാസദായകനായി അങ്ങ് ഈ പകൽ അവരുടെ മേൽ ഇറങ്ങി വരട്ടെ. നിത്യാശ്വാസമായി അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരട്ടെ. അവർ വിശ്വാസത്തോടെ അങ്ങയുടെ അടുക്കൽ വരട്ടെ കർത്താവ്. വിശ്വാസത്തോടെ അവർ ചിലത് നേടിയെടുക്കട്ടെ. വിശ്വാസത്തോടെ ദൈവം വലിയൊരു അത്ഭുതങ്ങൾ അവർ അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്യട്ടെ. ഇന്ന് പകലിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പരിശുദ്ധനാകുന്ന ദൈവമേ, സ്വർഗ്ഗ നല്ല കർത്താവ്, ഈ ജനത്തെ ഞങ്ങളെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുക. ദൈവം ജനത്തെ ഒരുമിച്ച് ബ്ലെസ് ചെയ്യും കർത്താവ്. ഈ പ്രഭാതത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. ഇവർ ഒരു അനുഗ്രഹമായി മാറട്ടെ കർത്താവെ. കർത്താവ്, ഈ കൂട്ടായ്മ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി മാറട്ടെ. ഇതിനകത്ത് വലിയൊരു ബ്ലെസ്സിങ് നടക്കട്ടെ കർത്താവ്. തൻ്റെ അഭിഷിക്തൻ ജോസഫ് പാസ്റ്ററിനായി പ്രാർത്ഥിക്കുന്നു കർത്താവ്. തന്നോടൊപ്പം നിൽക്കുന്ന അഭിഷിക്തന്മാരെ ഓർക്കുന്നു കർത്താവ്. തന്നോടൊപ്പം നിൽക്കുന്ന മറ്റുള്ള എല്ലാവരെയും ഓർക്കുന്ന കർത്താവെ. തന്റെ കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുന്നു കർത്താവെ. ഈ ദിവസങ്ങൾ വിശ്വാസത്തോടെ കർത്താവെ അങ്ങയ്ക്ക് വേണ്ടി നിലനിൽപ്പാൻ ദൈവം എല്ലാവരെയും ഒരുക്കുന്നതിനായി സ്തോത്രം കർത്താവ്. ഇന്ന് വൈകുന്നേരം നടക്കുന്ന ഞങ്ങളുടെ സെക്ഷനെ ദൈവം അനുഗ്രഹിക്കണം. ആത്മാവിന്റെ വലിയ സാന്നിധ്യം, വലിയ ചൈതന്യം കർത്താവ് ഇന്ന് വൈകുന്നേരത്തെ സെക്ഷനകത്ത് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനം ആഴമായി ചലിക്കട്ടെ. ആത്മാവിന്റെ വലിയ ചലനമുണ്ടാകട്ടെ. അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. എത്രത്തോളം അവസരങ്ങൾ നൽകിയ പ്രിയ അഭിഷിക്തനോട് നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.